സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തർക്ക് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്തു, വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവർ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. സ്തോത്രം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല സമയത്തിനായി അങ്ങേ വാഴ്ത്തുന്ന കർത്താവേ, ദൈവമേ, നല്ല വചനത്തിനായി അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങ് പറഞ്ഞ ഉപമയാണ് കർത്താവേ. ദൈവമേ സ്തോത്രം, ഇതിൽ നിന്ന് ഞങ്ങൾക്ക് പഠിക്കുവാൻ തക്കവണ്ണം കർത്താവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പറയുന്ന അടിയനെയും കർത്താവെ, കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും കർത്താവെ അങ്ങ് ബലപ്പെടുത്തണമേ, സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് സംസാരിക്കണം കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഇവിടെ ആമേൻ സ്തോത്രം. യേശു പറഞ്ഞൊരു ഉപമയാണ്. ഇവിടെ ഈ ഉപമയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മനുഷ്യൻ ആമേൻ സ്തോത്രം പരദേശത്ത് പോകുമ്പോൾ തൻ്റെ ദാസന്മാരെല്ലാം വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത് കൊടുത്തു, മറ്റൊരുവന് 2 താലന്ത് കൊടുത്തു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 5 താലന്ത്, ഒരുവന് 2, മറ്റൊരുവന് 1, ഇങ്ങനെ അവരുടെ പ്രാപ്തിക്കൊത്തവണ്ണം ആമേൻ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. ആമേൻ സ്തോത്രം. യജമാനൻ ഏൽപ്പിച്ചത് തൻ്റെ സമ്പത്താണ് അവരെ ഏൽപ്പിക്കുവാൻ ഇടയായി തീർന്നത്. കൊടുക്കുന്ന സമയത്ത് യജമാനൻ പറഞ്ഞില്ല, 5 താലന്ത് കൊടുത്തവനോട് പറഞ്ഞില്ല നീ 5 കൂടെ നേടണം എന്ന് പറഞ്ഞിട്ടല്ല യജമാനൻ പോയത്. എന്നാൽ കുറേ നാൾക്ക് ശേഷം പരദേശത്ത് പോയി മടങ്ങി വരുന്ന സമയത്ത് 5 താലന്ത് ലഭിച്ച ഈ വ്യക്തി എന്ത് ചെയ്തു? ഈ താലന്ത് ലഭിച്ച ഉടനെ തന്നെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് കൂടെ സമ്പാദിച്ചു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഒട്ടും സമയം പാഴാക്കാതെ 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് അവൻ 5 താലന്ത് കൂടെ അവൻ തന്നെ വ്യാപാരം ചെയ്യുവാനായിട്ട് ഓരോ ദിവസവും അവൻ വ്യാപാരം ചെയ്ത് ഈ യജമാനൻ മടങ്ങി വരുന്നത് വരെ ആ സമ്പാദ്യത്തെ വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ 2 താലന്ത് ലഭിച്ചവനും അങ്ങനെ തന്നെ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തൻ്റെ സമ്പത്ത് നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. അവൻ നമ്മെ വിളിച്ചപ്പോൾ, വേർതിരിച്ചപ്പോൾ അവനൊരു പ്രതീക്ഷയോടെയാണ് ഇന്നതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടല്ല അതെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അവൻ നമുക്ക് തന്ന ഓരോ താലന്തുകളും ഈ നല്ല മനുഷ്യൻ ആമേൻ സ്തോത്രം വ്യാപാരം ചെയ്തതുപോലെ അവൻ യജമാനൻ മടങ്ങി വന്നപ്പോൾ അവനെ വിളിക്കുന്നത് ഇങ്ങനെയാണ്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ അവനെ നല്ലവനും വിശ്വസ്തനും എന്ന് വിളിക്കുവാൻ കാരണം? അവൻ യജമാനന്റെ മനസ്സിനെ തിരിച്ചറിഞ്ഞു. അവസാനം 1 താലന്ത് കിട്ടിയവൻ എന്തെന്ന് ചെയ്തെന്ന് ചോദിച്ചാൽ അവൻ ആ താലന്തിനെ മറച്ചു വെച്ചു. അവൻ അതിനെ ഒരു കുഴി കുഴിച്ച് അതിനെ മൂടി വെച്ചു. എന്നിട്ട് ആ യജമാനനെ കുറിച്ച് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ചിന്ത ഇങ്ങനെയായിരുന്നു, നീ വിതറാത്തിടത്ത് നിന്ന് കൊയ്യുകയും നീ വിതയ്ക്കാത്ത ഇടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്ത ഇടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്നാണ് തൻ്റെ യജമാനനെ കുറിച്ച് അവൻ മനസ്സിലാക്കിയത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആ 3-ാമത്തെ ആമേൻ 1 താലന്ത് കിട്ടിയവൻ തൻ്റെ യജമാനനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയില്ല. ആ യജമാനൻ ഒരു കഠിന മനുഷ്യൻ എന്നാണ് അവൻ മനസ്സിലാക്കിയത്. മാത്രമല്ല അവൻ അതിനെ മറച്ചു വെക്കുവാനായിട്ട് ഒരു കുഴി കുത്തി അതിനെ ഒളിച്ചു വെക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ മറ്റുള്ള 2 പേര് തങ്ങൾക്ക് കിട്ടിയതിനെ അവർ അതിനെ ഡബിൾ ആക്കുവാനായിട്ട് അതിനെ വ്യാപാരം ചെയ്ത് ഒട്ടും സമയം ചിലവഴിക്കാതെ ഉത്സാഹത്തോടെ മടുപ്പില്ലാതെ ആമേൻ ഹല്ലേലൂയ അവർ അവരുടെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ സമ്പത്ത് അവരെ ഏൽപ്പിച്ചത് അവർ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുവാനായിട്ട് തുടങ്ങി. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവം നമുക്ക് ചില താലന്തുകൾ തന്നിട്ടുണ്ട്. ആമേൻ സ്തോത്രം. ആർക്കും ഒരു ദിവസം കൊണ്ട് ഒരിക്കലും ഒരു വലിയ ആമേൻ സ്തോത്രം ഒരു ബിസിനസ്സുകാരനാവാൻ കഴിയത്തില്ല. എല്ലാ ബിസിനസ് ഗ്രൂപ്പുകളും തുടങ്ങുന്നത് ഒരു വലിയ ചെറിയ തുടക്കത്തിൽ നിന്നാണ് അവർ അത് തുടങ്ങിയിട്ടുള്ളത്. ലുലു ഗ്രൂപ്പ് നമുക്കറിയാം, അനിൽ അംബാനി, അവരെല്ലാം തന്നെ ആമേൻ സ്തോത്രം തുടങ്ങുമ്പോൾ തന്നെ അവർ വലിയ ആമേൻ കോടീശ്വരന്മാരായിട്ടല്ല, വലിയ ബിസിനസ് ഗ്രൂപ്പുകളായിട്ടല്ല അവർ മാറിയത്. അവർ ചെറിയ തുടക്കത്തിൽ നിന്ന് അവർ തുടങ്ങി. എന്നാൽ അവരുടെ ആ ഒരു ഉത്സാഹം, അവർ ആ തുടക്കം ആമേൻ സ്തോത്രം ഹല്ലേലൂയ മടുപ്പില്ലാതെ അവരത് ആമേൻ ഇംപ്രൂവ് ചെയ്യുവാനായിട്ട് തുടങ്ങി. തുടക്കത്തിൽ ഒരു പക്ഷേ കസ്റ്റമേഴ്സ് അവർക്ക് കിട്ടുന്നില്ലായിരിക്കാം. കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് അവർ അങ്ങോട്ട് ചെന്നിട്ടായിരിക്കാം അവരുടെ ബിസിനസ് പിടിക്കുന്നത്. കാരണം ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്തെന്ന് കസ്റ്റമേഴ്സിന് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് അവർ അങ്ങോട്ട് ചെന്ന് ഒരു പക്ഷേ ആമേൻ അവരുടെ ബിസിനസ് പിടിക്കും.
അഡ്വർടൈസ്മെന്റ് കൊടുക്കുമായിരിക്കും. എന്നാൽ ഇവരുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആമേൻ കസ്റ്റമേഴ്സ് ഇവരെ തേടിയെത്തും, ഇവരുടെ പ്രൊഡക്റ്റ് അന്വേഷിച്ചെത്തും. അങ്ങനെ ഇവരുടെ ബിസിനസ് ആമേൻ ഇംപ്രൂവ് ആവാനായിട്ട് വളരുവാനായിട്ട് ഇടയായി തീരും. ആമേൻ സ്തോത്രം. അത് ലോകപ്രകാരമുള്ളൊരു ബിസിനസ്സിന്റെ കാര്യം. ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്കൊരു ആമേൻ ടാലന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ഒരുപക്ഷെ ആദ്യ കാലഘട്ടത്തിൽ ആമേൻ ഒരുപക്ഷെ നമുക്ക് അങ്ങോട്ട് ചിലപ്പോൾ അവസരങ്ങൾ ചോദിച്ചു മേടിക്കേണ്ട അനുഭവം ഉണ്ടാകും. ആമേൻ സ്തോത്രം. ഒട്ടും നാണിക്കേണ്ട, ഒട്ടും ലജ്ജിക്കേണ്ട. ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ നാം വിശ്വസ്തയോടെ, അല്പത്തിൽ വിശ്വസ്തനെ ദൈവം അധികത്തിൽ വിചാരകനാക്കി തീർപ്പാനിടയായി തീരും. ആമേൻ സ്തോത്രം. നാം വിശ്വസ്തയോടെ നമുക്ക് കിട്ടുന്ന ചെറിയ അവസരങ്ങൾ നാം ഉപയോഗിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ അധികത്തിൽ വിചാരകനാക്കുവാൻ ഇടയായി തീരും. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദിനോട് ഗോലിയാത്തിനെ കൊല്ലുവാൻ ആരും ആവശ്യപ്പെട്ടില്ല. ആമേൻ, നീ ഗോലിയാത്തിനെ കൊല്ലണമെന്ന് ശൗല് ദാവീദിനോട് ആവശ്യപ്പെട്ടില്ല. ദാവീദിന്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞില്ല. പക്ഷേ ആമേൻ ഫെലിസ്ത്യനായ ഗോലിയാത്തിനെ കണ്ടപ്പോൾ ആമേൻ ഹല്ലേലൂയ അവൻ അങ്ങോട്ട് പറയുവാനിടയായി തീർന്നു. സഹോദരന്മാരോട്, മറ്റുള്ളവരോട്, ശൗൽ രാജാവിനോട് അവൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു, ഞാൻ ഈ ഫെലിസ്ത്യനെ നേരിടാം, ഞാൻ ഈ ഫെലിസ്ത്യനെ ആമേൻ തോൽപ്പിക്കാം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? ദാവീദിന്റെ ജീവിതത്തിൽ അവനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കാട്ടിൽ വെച്ചൊരു സിംഹത്തെയും ആമേൻ ഒരു കരടിയെയും അവൻ ഹല്ലേലൂയ നേരിട്ട് അവന്റെ ആട്ടിൻകുട്ടിയെ അവൻ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആ മൃഗത്തിന്റെ കയ്യിൽ നിന്നും രക്ഷിച്ചെടുപ്പാനായിട്ട് ഇടയായി തീർന്നു. അത് നിമിത്തം, ആ എക്സ്പീരിയൻസ് നിമിത്തം ആമേൻ സ്തോത്രം, അത് ആരും അറിഞ്ഞിട്ടില്ല. കാട്ടിൽ വെച്ച് നടന്ന സംഭവമാണ്. പക്ഷെ അത് ദാവീദിനറിയാം. ആ വിശ്വാസ നിമിത്തം ആമേൻ ഹല്ലേലൂയ ഈ ഫെലിസ്ത്യനെ കണ്ടപ്പോൾ ദാവീദ് ഈ വെല്ലുവിളി ഏറ്റെടുക്കുവാനിടയായി തീർന്നു. അവൻ ആ അവസരം ചോദിച്ചു മേടിക്കുവാനിടയായി തീർന്നു. ഇസ്രായേലിന്റെ രാജാവ് പോലും, ശൗൽ രാജാവ് പോലും ആമേൻ രാജകൊട്ടാരത്തിന്റെ ഹല്ലേലൂയ ആ മറയ്ക്കുള്ളിൽ ആ ഫെലിസ്ത്യനെ പേടിച്ച് ആമേൻ സ്തോത്രം മിണ്ടാതെ ആമേൻ ഹല്ലേലൂയ ഭയന്ന് ജീവിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ബാലനായ ഈ ദാവീദ് ആ ദൗത്യം ഏറ്റെടുക്കാൻ ഇടയായി തീർന്നു. ആ ഒരു ആമേൻ ഹല്ലേലൂയ വെല്ലുവിളി അവൻ ഏറ്റെടുത്തപ്പോൾ അത് അവന്റെ റേഞ്ച് മാറ്റി, അവന്റെ വാല്യൂ മാറ്റി. ആമേൻ സ്തോത്രം. ഇസ്രായേൽ ഹല്ലേലൂയ കന്യകമാർ ആമേൻ ആ രാജ്യത്ത് പാടി നടന്നു. ആമേൻ ദാവീദ് 1000 ശൗൽ 1000 കൊന്നു. ആമേൻ ഹല്ലേലൂയ ആമേൻ ദാവീദ് 10,000 കൊന്നു. അവർ ഹല്ലേലൂയ ഉള്ള കാര്യം ഉള്ളതുപോലെ അവർ വിളിച്ചു പറഞ്ഞു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അതെ, അത് ദാവീദിന്റെ വാല്യൂ, രാജാവിന്റെ വാല്യൂവിനേക്കാൾ ആമേൻ അത് അധികാരത്തെക്കാളൊക്കെ ഉയർത്തുവാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ അതുപോലെ ദെബോറയുടെ ജീവിതം നമുക്കൊന്ന് നോക്കിയാൽ ആമേൻ ഹല്ലേലൂയ അവൾ എപ്പിദോത്തിന്റെ ഭാര്യയായി. ആമേൻ ഹല്ലേലൂയ ആ എപ്പിദോത്തിന്റെ ഈന്തപ്പനയുടെ ചുവട്ടിൽ അവൾ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവളൊരു ന്യായപാലകയായി, ഇസ്രായേലിന്റെ ന്യായപാലകയായത് മാറിയത് ആമേൻ ഒറ്റ ദിവസം കൊണ്ടല്ല, നാളുകൾ എടുത്തു. ആമേൻ ഹല്ലേലൂയ. ആദ്യമൊക്കെ ആമേൻ സ്തോത്രം ഇവളൊരു പ്രവാചകിയാണ്, ഇവളിൽ ഒരു ദൈവകൃപയുണ്ടെന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. എന്നാൽ ആ ഈന്തപ്പനയുടെ ചുവട്ടിൽ വെച്ച് അവൾ ഹല്ലേലൂയ ഇരുന്നിട്ട് അവൾ ഹല്ലേലൂയ അതിലൂടെ പോകുന്ന ഇസ്രായേലിനെ ആമേൻ ഓരോന്ന് വിളിക്കുവാൻ തുടങ്ങി. ആമേൻ ആദ്യമൊക്കെ ആമേൻ ആ ഓരോരുത്തർ വരുമ്പോൾ അവൾ അവർക്ക് വേണ്ടി ആലോചന പറഞ്ഞു കൊടുക്കും. ആമേൻ സ്തോത്രം അവരെ കാര്യങ്ങൾ അന്വേഷിച്ച് അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും. എന്നാൽ ആമേൻ സ്തോത്രം അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ആമേൻ സ്തോത്രം ഹല്ലേലൂയ അങ്ങനെ ഇത് ആമേൻ ഇവളുടെ ആലോചനകളും പ്രവചനങ്ങളും സത്യമാകുമ്പോൾ ആളുകൾ ഇവളുടെ അടുത്തോട്ട് വരുവാൻ തുടങ്ങി. അങ്ങനെ ഇവൾ ഇസ്രായേലിൽ പ്രസിദ്ധയായി. ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആ രാജ്യത്ത് തന്നെ വീണ്ടെടുക്കുന്ന വിധത്തിലേക്ക് ആമേൻ സ്തോത്രം അവളുടെ ആമേൻ ഹല്ലേലൂയ അവൾക്ക് കൊടുത്ത ടാലന്റ്, അവളിൽ കൊടുത്തിരിക്കുന്ന പ്രവചനം ആമേൻ സ്തോത്രം ഹല്ലേലൂയ അത് ഇസ്രായേലിനെ ആമേൻ കൽദയ ശക്തികളിൽ നിന്ന് വിടുവിക്കുന്നതിന് ആമേൻ പര്യാപ്തമായി തീർന്നു. ആമേൻ ഹല്ലേലൂയ നമ്മളെല്ലാം ദൈവം ആമേൻ ഓരോ ടാലന്റുകൾ തന്നിട്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവസാനം ആമേൻ ഹല്ലേലൂയ അതെല്ലാം നമ്മൾ മൂടി വെക്കുകയും മറച്ചു വെക്കുകയും ചെയ്യുകയാണെങ്കിൽ ആമേൻ അവസാനം ആ മൂന്നാമത് ഹല്ലേലൂയ ടാലന്റ് കൊടുത്ത വ്യക്തി അത് മറച്ചു മൂടിയും വെച്ചിട്ട് അവൻ ആമേൻ സ്തോത്രം യജമാനിൽ നിന്നും അവൻ കേട്ട വിളി ഇതാണ്, ദുഷ്ടനും മടിയനുമായ ദാസനെ. മറ്റുള്ളവരെ രണ്ടുപേരെയും ആമേൻ യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിച്ചപ്പോൾ ഈ ദാസനെ ആമേൻ യജമാനൻ വിളിച്ചത് നീ ദുഷ്ടനാണ്, നീ മടിയനാണ്, നിന്നെ കൊണ്ടൊന്നിനും കഴിയത്തില്ല, നീ കൊള്ളരുതാത്തവനാണ്, അതുകൊണ്ട് നിന്നെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. ദൈവജനമേ, നാം എല്ലാവരും ആവശ്യമില്ലാത്ത സാധനങ്ങൾ ആമേൻ ഹാലിൽ അത് കടലാസോ പേപ്പറോ എന്തോ ആയിക്കോട്ടെ അതിനുള്ള സ്ഥാനം വേസ്റ്റ് ബാസ്ക്കറ്റാണ്.
തന്നെയാണ്. അതുപോലെ ആമേൻ ഹല്ലേലൂയ നമ്മളെല്ലാവരും ദൈവരാജ്യത്തിന് ഹല്ലേലൂയ പ്രയോജനമില്ലാത്തവരും ഉപയോഗമില്ലാത്തവരുമാണെങ്കിൽ നമ്മുടെ സ്ഥാനവും അത് തന്നെയാണ്, വേസ്റ്റ് ബാസ്ക്കറ്റാണ്. ദൈവത്തിന് നാം ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കിടക്കണമെന്നല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യജമാനന് ലാഭമുണ്ടാക്കി ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി